നമുക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഒന്നുകൂടി പോകണം. അവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. സ്വാതന സജു, ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനായി നേതാക്കളും എത്തിയിരിക്കുന്നു പന്തലിലേക്ക് ഈ ഉത്രാട ദിനത്തിൽ. ഓണവും എത്തി. അതേ സുജയ, ആശമാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ, അവരോടൊപ്പം ഓണസദ്യ കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. രമേശ് ചെന്നിത്തല എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ എം ഹസൻ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരം DCC പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്, MLA എത്തിയിട്ടുണ്ട്, വിൻസെന്റ് MLA എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇവിടെ ആശമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്നലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആശമാരുടെ സമരപ്പന്തലിൽ എത്തിയിരുന്നു. അവർക്ക് ഓണക്കോടിയൊക്കെ കൊടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഓണസദ്യ നൽകാൻ വേണ്ടിയാണ് ഇവരൊക്കെ തന്നെയും എത്തിയിരിക്കുന്നത്. നമുക്ക് പുറകെ കാണാം, ആശമാർക്ക് സദ്യ കഴിക്കുവാൻ വേണ്ടിയുള്ള ടേബിളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും ഒരുങ്ങിയിട്ടുണ്ട്. ആശമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷത്തിന്റെ ഒരു ഓണമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 208 ദിവസമായിട്ട് അവർ ഈ തെരുവിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് ഓണം എവിടെയായിരുന്നു, അതുപോലെ തന്നെ ഇതിനു മുൻപ് വിഷു വന്നു, വിഷുവും എവിടെയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 208 ദിവസമായിട്ട് അവർ തെരുവിൽ തന്നെയാണ് ആഘോഷങ്ങളും എല്ലാം കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിലെ തന്നെ പല പ്രധാനപ്പെട്ട അവസരങ്ങളും ആഘോഷ ദിവസങ്ങളും ഒക്കെ ഇവിടെയായിരുന്നു. ഈ ഓണത്തിനെങ്കിലും കഴിഞ്ഞ വിഷുവിന് നമ്മൾ വന്നപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു അടുത്ത ഓണത്തിനെങ്കിലും വീട്ടിൽ പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ പ്രതീക്ഷയും പകർന്നുകൊണ്ട് ഓണമെങ്ങെത്തിയിട്ടും അവരുടെ കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സുജ ഇതിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുകയാണ് ഈ ഓണം കഴിയുമ്പോഴെങ്കിലും തങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും, തങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയും, തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഉള്ളത്. അവരോട് ചോദിക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് രണ്ടുമാണ്. കാരണം തെരുവിലാണ് ഓണം ആഘോഷിക്കുന്നത്, അതിന്റെ സങ്കടമുണ്ട്. പക്ഷേ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ഓണമാണ്. മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ നിറവിന്റെ ഒക്കെ ഒരു ദിവസമാണ്. അപ്പോൾ ആ സന്തോഷം അവർക്കുമുണ്ട്. പക്ഷെ കുടുംബമില്ല, ഒപ്പം മക്കളില്ല, വീട്ടുകാരില്ല, ആരുമില്ല. ഈ തെരുവിലാണ് അവർക്ക് ഓണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്കിവിടെ കാണാം, ഉപ്പുകല്ലുകൊണ്ട് പൂക്കളമിട്ട് വെച്ചിരിക്കുകയാണ്. പൂക്കളുടെ സന്തോഷവും പൂക്കളുടെ നിറങ്ങളും ഒന്നും അവരുടെ ജീവിതത്തിൽ ഇന്നില്ല. ഉപ്പുകല്ലിൽ നിറം ചേർത്തുകൊണ്ട് ഇവിടെ ഉപ്പുകല്ലിൽ പൂക്കളം ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അത്രയും അതൊരു ദുഃഖം തന്നെയാണ് അവർക്ക് ഇനി ജീവിതത്തിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമായി തന്നെയാണ് അവര് മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഇതുമായി മുന്നോട്ടേക്ക് ഓണസദ്യയും ഒക്കെയായി പോകും. ഇന്നലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എത്തി ഇവർക്ക് ഓണക്കോടി കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ താങ്കൾ ഓണസദ്യ ഉണ്ണാൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓണം ഉണ്ണുമ്പോൾ ഈ പാവപ്പെട്ട ആശാ വർക്കർമാര് ഓണമില്ലാതെ ഇവിടെ കഴിയല്ലേ. അപ്പൊ അവരോടൊപ്പം അവരെ കാണാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും കണ്ണു തുറക്കാത്ത ദൈവങ്ങളല്ലേ ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്. അവർക്ക് പൂക്കളമിടാൻ പൂക്കളില്ല, ഉപ്പുകല്ലിലാണ് പൂക്കളം. അതെ അതെ, ഇത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ വന്നത്. താങ്കളെ വിഷുവിനും എത്തിയിരുന്നു, ഇപ്പൊ ഓണത്തിനും എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 209 ദിവസമായി ഈ സമരം നടത്തുന്ന ആശാ വർക്കർമാരോട് യാതൊരു ദയയും കാണിക്കാത്ത ഒരു ഗവൺമെന്റ്. അവര് വിഷുവും ഓണവും എല്ലാം ഈ മഴയത്തും വെയിലത്തും ആഘോഷിക്കുകയല്ലേ. അവരോടൊപ്പം ഓണമുള്ളതാ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സായുജ്യം. എല്ലാവർക്കും അത് തന്നെയാണ് സുജയ പറയാനുള്ളത്. സർക്കാർ കണ്ണു തുറക്കുന്നില്ല, ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നുള്ള കാര്യം തന്നെയാണ് നേതാക്കൾ ഒക്കെ തന്നെയും പറയുന്നത്. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള ഓണസദ്യയൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഉദ്ഘാടനത്തിന് ശേഷം എന്തായാലും അത് വിളമ്പി തുടങ്ങും. ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോലും പല ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആശമാരുടെ സമരത്തെ പിന്തുണയ്ക്കാൻ എത്തിയതാണോ? ആശമാരുടെ സമരത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച ഈ ആശാ വർക്കേഴ്സിന്റെ ഈ ധീരമായ സമരം ജനങ്ങൾക്ക്, ഈ നാടിനും എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. സത്യസന്ധമായ സമരമാണ്. ഇങ്ങനെ പല ആളുകളും പല ഇടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അതാണ് സാധ്യത. എന്തായാലും അവിടെ തന്നെ തുടരുക. കൂടുതൽ നേതാക്കൾ എത്തുന്നു. അവിടെ കൃത്യമായി അവർക്ക് ഒപ്പം തന്നെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഓണക്കാലം കടന്നു പോകുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ നമ്മൾ ആ സമരപന്തലിൽ കണ്ടു.